നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാമേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിത് നല്ല സന്ദർഭം ആകുന്നു. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനി നല്ല സന്ദർഭം ആകുന്നു. ഇതുപോലൊരു പ്രഭാതം നാമം കടുത്തിടുന്നു മനമേ. ഹായന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യന വരുന്ന. ഇതുപോലൊരു പ്രഭാതം നാമം കടുത്തിടുന്നു മനമേ. ഹായന്താനന്ദം നമ്മൾ പ്രിയന ശോഭസൂര്യനായി വരുന്ന. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോടും നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്ന വചനം 58-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. പലപ്പോഴും ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരും കാണുന്നില്ല. നല്ല കാര്യങ്ങളൊക്കെ ജനത്തിൻ്റെ കരങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് 10 പേരെ അറിയണം, അതൊന്ന് രഹസ്യമായി ചെയ്തിട്ട് കാര്യമില്ലെന്നൊക്കെ ഒരു ചിന്ത, തോന്നൽ പൊതുവിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ വചനം പറയണം, നീതിമാനൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. നീതിമാന് പ്രതിഫലമുണ്ട്, വിശുദ്ധന്മാർക്ക് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ച പ്രതിഫലമുണ്ട്. നന്മ ചെയ്ത പ്രതിഫലമുണ്ട്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അവർ ചെയ്ത ചില നന്മകളെ പോലും ഓർത്താണ് ദൈവം അവരെ നല്ലതിലേക്ക് തിരിക്കുന്നത് പോലും. അപ്പോൾ ഈ വചനം എനിക്ക് ഒത്തിരി ബലം തോന്നി. നീതിമാനൊരു പ്രതിഫലമുണ്ട്. അതാരും കണ്ടില്ലെങ്കിലും പബ്ലിസിറ്റി ഒന്നും ഇല്ലെങ്കിലും കർത്താവിനെ മുൻനിർത്തി ഒരു നല്ല ഹൃദയത്തോടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് കാണും. ചിലർ പറയുന്നുണ്ട്, ഞാൻ ഈ നന്മയൊക്കെ ചെയ്തിട്ട് ആരും കാണുന്നില്ല. ഞാൻ കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്തു, ദേശത്തിന് വേണ്ടി നന്മ ചെയ്തു, ഞാൻ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തു, പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ. പക്ഷെ ഈ വചനം ഉറപ്പിച്ചു തരാൻ ഷുവർലി നിശ്ചയം ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലോ അഭിനന്ദിച്ചില്ലെങ്കിലോ ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലോ ഒന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുകയോ മുഷിയോ ചെയ്യരുത്. നല്ല കാര്യങ്ങൾ ചെയ്യുക. സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പ്രതിഫലമുണ്ട്. പണ്ടൊരിക്കല് ഈ മൊർദെഖായി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ രാജാവിനെ കൊല്ലുവാൻ 2 പേർ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം ഓടിച്ചെന്നത് രാജാവിനോട് പറഞ്ഞു. ചിലപ്പം അത് മറച്ചു വെക്കുകയായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും. പക്ഷേ ഇദ്ദേഹം ചെന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവ് ഒന്നും കൊടുത്തില്ല. പക്ഷേ തൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരുന്നു. കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വരാഞ്ഞപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇത് കണ്ടു. ഇത് കാണുകയും ഈ മൊർദെഖായിക്ക് ഒരു വലിയ ഉയർച്ച കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ ഉയർച്ച കൊടുത്തപ്പോൾ അത് തൻ്റെ മാത്രം അനുഗ്രഹമായി തീർന്നില്ല, മറിച്ച് ദൈവജനത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ട് തീർന്നു. ഈ നന്മ ചെയ്യുന്നവരുടെ വിഷയം അവർക്ക് ലഭിക്കുന്ന നന്മ എല്ലാവരുടെയും നന്മയായി തീരും.
അവരെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആരും നിങ്ങളെ കണ്ടില്ലെന്നോർത്തെന്നോ നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ. കർത്താവ് കാണുന്നുണ്ട്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മക്കളെ വളർത്താൻ വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നതും സമൂഹത്തിന് ദോഷം ചെയ്യാതെ വണ്ണം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. പ്രതിഫലമുണ്ട്. യെസ്, ഈ പ്രതിഫലം തരുന്ന ദൈവത്തെ പങ്കുവെക്കാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം. അതെ, നിങ്ങൾ ധൈര്യമായിട്ട് ഇനിയും ദൈവത്തിനും ദൈവരാജ്യത്തിനും സമൂഹത്തിനും ബന്ധങ്ങൾക്കും ഒക്കെ നന്മ ചെയ്യുക. പ്രതിഫലമുണ്ട്, ഉറപ്പായിട്ട് പ്രതിഫലമുണ്ട്. കർത്താവ് നിങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് രാവിലെ കാലം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീതിമാനൊരു പ്രതിഫലമുണ്ട്, അത് നിശ്ചയമാണ്. യേശുപ്പ, ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്ന പിതാവെ, ഹല്ലേലൂയ. കർത്താവെ, നീതിമാനും വിശുദ്ധനും കർത്താവെ, അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവരെല്ലാം അങ്ങ് ഓർക്കുന്നതിന് നന്ദി പറയും. കർത്താവെ, ഞങ്ങളുടെ നന്മ പ്രവൃത്തികളെ ചെയ്യുവാനുള്ള കൃപകളെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, സൽപ്രവൃത്തിക്കായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ പ്രതിഫലങ്ങൾക്കായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട് ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ഒരു പകൽക്കാലം വളരെ സന്തോഷത്തോടെ നിങ്ങൾ പോവുക. കർത്താവ്, ഞങ്ങൾ കുടുംബമായിട്ട് ഈ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹവും നന്മയായി തീരട്ടെ. കർത്താവെ, ഈ വചനം പോലെ അവർക്ക് ഈ പകൽക്കാലം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കൃപയും ബലവും ഉണ്ടാകണമേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. ഈ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം, ഒരു പ്രതിഫലമുണ്ട്. God bless you. Shalom.